നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2024 നവംബർ മാസം 29-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മലയാള തീയതി 1200 ആണ്ട് വൃശ്ചിക മാസം 14-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതി ശകവർഷം മാർഗശീർഷ മാസം 8-ാം തീയതി. സൂര്യോദയം രാവിലെ 6:24 അസ്തമയം വൈകുന്നേരം 5:58 തിഥി ത്രയോദശി തിഥിയാണ്, ഉദയാൽപരം തിഥി. വെള്ളിയാഴ്ച രാവിലെ 8:40 വരെ ത്രയോദശി തിഥി ഉണ്ടായിരിക്കും. പിന്നീടാണ് ചതുർദശി തിഥി ആരംഭിക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ 10:19 വരെ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച രാവിലെ 10:19 വിശാഖ നക്ഷത്രം ആരംഭിക്കുക. വിശാഖ നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ തുലാക്കുറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കുറിലുമാണ്. അപ്പോൾ വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖ നക്ഷത്രത്തിനെ വിശാഖം കാൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സമയം കൂടി പറഞ്ഞുതരാം. അതായത് വെള്ളിയാഴ്ച രാവിലെ 10:19 മുതൽ പിറ്റേ ദിവസം രാവിലെ, അതായത് ശനിയാഴ്ച രാവിലെ 12:36 ഈ നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ 6:36 വരെയുള്ള സമയമാണ് ഈ വിശാഖം മുക്കാൽ സമയം എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. വെള്ളിയാഴ്ച രാവിലെ 10:19 മുതൽ ശനിയാഴ്ച രാവിലെ 6:36 വരെയുള്ള സമയമാണ് വിശാഖം മുക്കാൽ നക്ഷത്ര സമയം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10:19 മുതൽ ശനിയാഴ്ച രാവിലെ 6:36 വരെയുള്ള സമയമാണ് തുലാക്കൂറിൽപ്പെട്ട വിശാഖം മുക്കാൽ നക്ഷത്ര സമയം. ശനിയാഴ്ച രാവിലെ 6:36 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ 12:36 വരെയുള്ള സമയം വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ നക്ഷത്ര സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ദേശ വ്യത്യാസം അനുസരിച്ച് അല്പം സമയവ്യത്യാസമൊക്കെ മാറുന്നതായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി വിശാഖ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക? വെള്ളിയാഴ്ച രാവിലെ 10:19 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെയുള്ള സമയം വിശാഖ നക്ഷത്ര സമയമാണ്. ഏതൊക്കെ നാളുകാർക്കാണ് വിശാഖ നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ചതയം, പൊരുട്ടാതി, അത്തം, പൂയം, പൂരം, പുണർദം, ചോതി എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. ചതയം, പൊരുട്ടാതി, അത്തം, പൂയം, പൂരം, പുണർദം, ചോതി ഇത്രയും നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം 10:19 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെയുള്ള സമയത്ത് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ 10:19 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെയുള്ള വിശാഖ നക്ഷത്ര സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രം, ചിത്തിര, മകം എന്നീ 3 നാളുകാരാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണമെന്ന് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ധനനഷ്ടമോ മാനനഷ്ടമോ ആപത്തോ അനർത്ഥങ്ങളോ ഒക്കെ പ്രതികൂലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഈ 3 നാളുകാർ സൂക്ഷിക്കണം. ഉത്രം, ചിത്തിര, മകം എന്നീ 3 നാളുകാർ സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നും പറയുന്നുണ്ട്. ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായി ശുഭസമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:24 മുതൽ 7:54 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:24 മുതൽ 10:54 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ ഉച്ച കഴിഞ്ഞ് 1:54 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 3:24 മുതൽ വൈകുന്നേരം 5:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അപ്പോൾ ഇത്രയും സമയമൊക്കെ ഉണ്ട്. നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക, ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്ത് ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ആഗ്രഹിക്കുന്നു. ഇനി ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി വരിക എന്ന് പറഞ്ഞാൽ തീയതി 29 അത് ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 വരും. അതായത് 2 + 9 = 11, 11 വീണ്ടും ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 + 1 = 2. അങ്ങനെ ഏതൊരു മാസത്തിൻ്റെ 2, 11, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഏതൊരു മാസത്തെയും 2, അതുപോലെ തന്നെ 11, 29 തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ്. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ, അനുകൂലമായ അനുഭവങ്ങൾ, മെച്ചപ്പെട്ട ഫലങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം പറയുന്നു. പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ, സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്, സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ 10:19 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെയുള്ള വിശാഖ നക്ഷത്ര സമയത്ത് ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ധനം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മനുഷ്യജീവിതത്തിൽ ധനമില്ലാതെ ജീവിതം മുമ്പോട്ട് പോകത്തില്ല. അപ്പോൾ ധനം പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഇത് കേൾക്കുക. ഏതൊക്കെ നാളുകാർക്കാണ് വിശാഖ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. മൂലം, പുരുട്ടാതി, രോഹിണി, തിരുവോണം, അശ്വതി, പുണർദം, മകം, അത്തം, വിശാഖം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. പുരുട്ടാതി, രോഹിണി, തിരുവോണം, അശ്വതി, മൂലം, പുണർദം, മകം, അത്തം, വിശാഖം ഇത്രയും നാളുകാർക്ക് ഈ വിശാഖ നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ദിവസം രാവിലെ 10:19 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെയുള്ള സമയത്ത് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ധനം വന്നു ചേരുമെന്നാണ്. തൊഴിൽ കൂടിയോ ഇല്ലേ, കടം ചോദിച്ചാൽ കടം കിട്ടാനുള്ള സാധ്യതയോ, അതുപോലെ തന്നെ ആരെങ്കിലും സഹായിക്കാനോ ഏതെങ്കിലും വിധത്തിൽ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ മറ്റുള്ളവർക്കും ധനം വന്നു ചേരുമെങ്കിലും ഈ നാളുകാരെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഉറപ്പായിട്ടും ₹1 പോലും എടുക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവർക്കാണെങ്കിൽ അത് വന്നു ചേരുന്നൊരു ദിവസമായിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ജ്യോതിഷം പ്രത്യേകിച്ച് എടുത്തു പറയുന്നതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവർക്കായിട്ട് അത് പറഞ്ഞു തരുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവ, ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും പലവിധ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണ്. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവരാണ് ഈ ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോകൾ കാണുന്നത് കൂടുതലും. അപ്പോൾ അവർക്കൊരു ആശ്വാസം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളൊരു അന്വേഷണമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കായിട്ട് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരെ, പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളാൽ ഭാരപ്പെടുന്നവരെ മഹാദേവൻ അനുഗ്രഹിക്കണം. ഒരിടത്തു നിന്നും ഒരു സഹായം പോലും ലഭിക്കാതെ പലരും മരണത്തെ സ്വീകരിച്ചേക്കാം എന്നുള്ളൊരു തീരുമാനപ്രകാരം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ മഹാദേവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. മഹാദേവ അവരെയൊക്കെ രക്ഷിക്കണം. അവരുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുവാൻ മഹാദേവൻ അവരെ അനുഗ്രഹിക്കണം. പ്രതിസന്ധിയെല്ലാം മാറ്റിക്കൊടുക്കണം. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. മഹാദേവ എല്ലാവരെയും അനുഗ്രഹിക്കണം. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പ്രാർത്ഥനയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.